പ്രതീക്ഷകളുടെ വിമാനം കയറിയാണ് മെസ്സിയും സംഘവും ഖത്തറിലെത്തിയത്. തോറ്റായിരുന്നു തുടക്കം. ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ സൗദി അറേബ്യയോടേറ്റ അപ്രതീക്ഷിത തോൽവി പതിവ് പരിഹാസങ്ങൾക്കും വിമർശനങ്ങൾക്കും കാരണമായി. ഈ കളി വെച്ച് എവിടെയും എത്താൻ പോകുന്നില്ലെന്ന് പറഞ്ഞവർക്കെല്ലാം മൗനമായിരുന്നു മറുപടി. വൈകാരികതയുടെ സഞ്ചാരപാത വിട്ട് ഹൃദയത്തിനൊപ്പം ബുദ്ധി കൊണ്ടും ഫുട്ബോൾ കളിക്കാൻ മെസ്സിയും സംഘവും ശീലിച്ചു കഴിഞ്ഞിരുന്നു. പിന്നീടുള്ള ഗ്രൂപ്പ് മത്സരങ്ങളും നോക്കൌട്ടും താണ്ടി കലാശപ്പോരിനെത്തുമ്പോൾ മെസ്സിപ്പട ഒരു മത്സരവും തോറ്റിരുന്നില്ല. കിരീടത്തിനും കണ്ണീരിനുമിടയിലെ അവസാന പോരും അവർ ജയിച്ചു. ദിദിയർ ദഷാംസ് പരിശീലിപ്പിച്ച പ്രൊഫഷണൽ ഫുട്ബോളിന് പേരുകേട്ട ഫ്രാൻസിനെ സമ്മർദ്ദങ്ങൾക്ക് ഏതും അടിപ്പെടാതെ തകർത്തെറിഞ്ഞു. ഒപ്പത്തിനൊപ്പം പോരാടിയ മത്സരത്തിൽ ഷൂട്ടൌട്ടിലാണ് മെസ്സിയും സംഘവും ജയം പിടിച്ചെടുത്തത്. 36 വർഷത്തെ കാത്തിരിപ്പാണ് ഖത്തറിൽ സഫലമായത്. മെസ്സിക്കും അർജന്റീനക്കാർക്കുമൊപ്പം ലോകമെങ്ങുമുള്ള ആരാധകരും കാത്തിരിപ്പിന്റെ കനൽ വഴികൾ താണ്ടിയാണ് ഖത്തറിലേക്ക് കണ്ണുനട്ടത്. കണ്ണീരും നോവും പടർന്ന മഹാകാവ്യത്തിന്റെ അവസാന വരികളിൽ എവിടെയോ സന്തോഷത്തിലേക്കുള്ള താക്കോൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. റൊസാരിയോ തെരുവിൽ നിന്ന് ലോകത്തിന്റെ ആകാശ നീലിമയിലേക്ക് ഉദിച്ചുയർന്ന വെൺതാരകം അവർക്ക് വഴികാട്ടിയായി. ലുസൈലിൽ അവർ അത് നേടി. ലോകം കാണുക അയാൾ ആ പൊന്നിൻ കിരീടം മുത്തമിട്ട് ആകാശത്തേക്ക് ഉയർത്തി. ആ കുറിയ മനുഷ്യനൊപ്പം കോടിക്കണക്കിന് ഹൃദയം അപ്പോൾ തുടിക്കുന്നുണ്ടായിരുന്നു. സന്തോഷം കൊണ്ട് നിരവധി കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ആകാശത്തേക്ക് കൈകൾ ഉയർത്തി അവർ നന്ദി പറയുന്നുണ്ടായിരുന്നു. ഒരു കാര്യം തീർച്ച, ആ കിരീടം മെസ്സിയുടെ കൈകളിൽ അല്ലായിരുന്നെങ്കിൽ ലോകത്തിന്റെ ഒരു ഭാഗം വീണ്ടും ഒരു ഇരുളിനാൽ മൂടപ്പെട്ടു പോയേനെ.